പൈനാപ്പിൾ മേഖലയിൽ വിളവെടുപ്പിന് ദിവസവേതനാടിസ്ഥാനത്തിലെത്തുന്ന തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിച്ചു. തോട്ടത്തിലെ 8 മണിക്കൂർ ജോലിക്ക് 1000 രൂപ ആക്കിയാണ് ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വേതനം പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. പൈനാപ്പിൾ മേഖലയിൽ വിളവെടുപ്പിന് ദിവസവേതനാടിസ്ഥാനത്തിലെത്തുന്ന തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിച്ചു. തോട്ടത്തിലെ 8 മണിക്കൂർ ജോലിക്ക് 1000 രൂപയാക്കിയാണ് വേതനം നിശ്ചയിച്ചത്. ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് തോട്ടുമാരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിച്ചത്. പൈനാപ്പിൾ വ്യാപാരികളാണെങ്കിലും പൈനാപ്പിൾ കർഷകരാണെങ്കിലും അവർ പറയുന്ന തുകയ്ക്ക് അവരെ വിളിക്കേണ്ട അല്ലെങ്കിൽ അവരെ ജോലി ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സംയുക്തമായി പൈനാപ്പിൾ വ്യാപാരികളുടെ സംഘടന ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ കർഷക സംഘടനയായ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ സംയുക്തമായി ഇന്നിവിടെ കൂടുകയും അതിന് ഞങ്ങളൊരു ഏകീകൃത കൂലി തീരുമാനിച്ചു കൊടുക്കാൻ ഞങ്ങളൊരു ധാരണയുമായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നാളെ മുതൽ സാധാരണ 1000 രൂപ കൂലി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. 1000 രൂപ ഓരോരുത്തർക്കും കൂലി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 1000 രൂപയിൽ കൂടുതലായി 1200, 1300, 1100 ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. 1500, 2000 ഒക്കെ വാങ്ങിച്ച ഒരു മാസം മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു ഏകീകൃത സ്വഭാവം വരുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അതിനൊരു ഫോളോ അപ്പ് ചെയ്ത് പൈനാപ്പിൾ വ്യാപാരികളും പൈനാപ്പിൾ കർഷക സംഘടനയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കൂലി ഏകീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിനെല്ലാ പൈനാപ്പിൾ വ്യാപാരികളും അതുപോലെ തന്നെ പൈനാപ്പിൾ കർഷകരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. പൈനാപ്പിൾ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അടുത്തിടെ ക്രമാതീതമായി വേതനം വർദ്ധിപ്പിക്കുകയായിരുന്നു. ഝാർഖണ്ഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗം തൊഴിലാളികളും. ഇതര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയ സാഹചര്യത്തിൽ പൈനാപ്പിൾ വിളവെടുപ്പിനും തോട്ടങ്ങളിലെ മറ്റ് കാർഷിക ജോലികൾക്കും കടുത്ത തൊഴിലാളിക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. സാഹചര്യം മുതലെടുത്ത് തൊഴിലാളികളും അവരെ എത്തിക്കുന്ന ഏജന്റുമാരും അന്യായമായി കൂലി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കർഷകരും വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും തൊഴിലാളികൾ, കർഷകർ, വ്യാപാരികൾ എന്നിവർക്കിടയിൽ തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ചെറുകിട നാമമാത്ര കർഷകരെല്ലാവരും മൂവാറ്റുപുഴയോ അല്ലെങ്കിൽ സമീപപ്രദേശങ്ങളിലോ പോയി ഡെയിലി ഒരാളെ 2 പേരെ വെച്ച് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയി കൃഷി ചെയ്യുകയും വിളവെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വൻകിട തോട്ടങ്ങളിൽ അവർക്ക് ഒരു പക്ഷേ ആവശ്യത്തിന് തൊഴിലാളികൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ചെറുകിടക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും തൊഴിലാളികളെയാണ്. അത് മിക്കവാറും വ്യാപാര മേഖലയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇത്ര തൊഴിലാളികൾ നാളെ വിളവെടുക്കാൻ വേണം എന്നുള്ള രീതിയിലൂടെ പറയുകയും അവിടെ നിന്ന് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അനിയന്ത്രിതമായി കൂലി മേടിച്ച് നമുക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ചെലവുകൾ കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഏകീകൃതമായിട്ട് വ്യാപാര സമൂഹവും അതുപോലെ കർഷക സമൂഹങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കൂലി നിശ്ചയിക്കും. അവർക്കും മോശമല്ലാത്ത രീതിയിൽ 900 രൂപ ഇതിനോട് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് 1000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് കൂലി കൊടുത്ത് ഈ പ്രതിസന്ധി ഘട്ടുന്ന കർഷകരെയും അതുപോലെ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ജോലിയുടെ ദൈർഘ്യവും സ്വഭാവവും അനുസരിച്ച് 800 മുതൽ 1000 രൂപ നിരക്കിൽ നൽകി വന്നിരുന്നത് അതത് പ്രദേശങ്ങളിൽ വിലപേശലിൽ 1500 മുതൽ 1800 രൂപ വരെ എത്തിയിരുന്നു. സാധാരണ രീതിയിൽ നിലവിൽ നൽകി വരുന്ന 900 രൂപയാണ് 1000-ആയി വർദ്ധിപ്പിച്ചത്. രാവിലെ ജോലിയിൽ പ്രവേശിച്ച് വൈകിട്ട് 5 മണി വരെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിനും ധാരണയായിട്ടുണ്ടെന്ന് ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് വർഗീസ്, ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി MA ലിയോ എന്നിവർ അറിയിച്ചു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.